ഞാനേ ഇപ്പോൾ നിൽക്കണേ ഹലോ ഹായ് ഞാനിപ്പോൾ നിൽക്കണേ ഛത്തീസ്ഗഡിലെ കജേരി 52C സ്ട്രീറ്റിലാണ്. ആ കാഴ്ചകൾ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. പിന്നെ ഇവിടെ ഫുഡൊക്കെ നമ്മൾ കേരള ഫുഡൊക്കെ കഴിക്കണം. നമുക്ക് ഇവിടെ വന്ന് ഫുഡൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് ഈ ബന്നിലുള്ള സാധനങ്ങൾ കിട്ടും. പടാപ്പാവും ബ്രെഡ് സ്ലൈസ് ചെയ്തതും പാവ് ബജിയും. അപ്പം അതൊന്നും പെട്ടെന്ന് നമ്മുടെ വയർ അക്സെപ്റ്റ് ചെയ്യൂല. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടത്തേക്ക് ക്ലിനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഹോട്ടൽസുകൾ എല്ലായിടത്തും ഇഷ്ടം പോലെയുണ്ട്. കണ്ടോ ജിലേബി, നമ്മുടെ നാട്ടിലെ ജിലേബി. ഞാനും ഇവിടെ ഒരു ആൾക്കൂട്ടം കാണുന്നുണ്ടേ, എന്താണോ നോക്കട്ടെ. പഞ്ചാബീസ് അങ്ങനെ പോകുന്നുണ്ട്. ഞാനിവിടെ ചന്തയിലോട്ടൊന്ന് കയറട്ടെ, എങ്ങനെയെന്ന് നോക്കട്ടെ. ഇതാണ് ഇവിടുത്തെ നമ്മുടെ നാട്ടിലുള്ളത്തെ ചന്ത. അതെ, പാടിഷ് പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഒരു സൈഡില് നൂഡിൽസ് ചെയ്യുന്നുണ്ട്. നൂഡിൽസ്, റോൾസ് ഒക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഓറഞ്ച് കിടപ്പുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പോലെ എന്തൊക്കെ പലഹാരങ്ങൾ നാട്ടിൽ കിട്ടണയൊക്കെ തന്നെയാണ് കേട്ടോ. അതൊക്കെ എവിടെ നൂഡിൽസ്, पानीपुरी। अभी 20 की नोट दिए भाई, कसम भगवान के राउंड खवा दिया, कितने गोलगप्पा खवाया? 40। ठीक है, ठीक है. നമ്മുടെ നാട്ടിലെ പഴയ കാലത്തായ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇത്രയും ഇതുപോലെ ചന്ത ഉണ്ട്, പക്ഷെ ഇത്രയും സജീവമല്ല. നമ്മുടെ നാട്ടിലൊക്കെ ചന്തയെക്കുറിച്ച് മാറിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ 1990-ലേക്ക് ചന്ത. നമ്മളെ പഴയ കാലത്തുള്ള വിളകളും കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയും മക്കളും ഒക്കെ കൂടിയാണ് കച്ചവടം. ഇത് ഛത്തീസ്ഗഡിലെ കജേരി എന്ന് പറഞ്ഞ സ്ട്രീറ്റിലെ ഡിഫറെൻറ്റ് ബീൻസ്, വ്യത്യസ്തമായ വീട് റാഡിസിരിപ്പുണ്ട്. കട്ടിലപ്പഴം,
നമ്മുടെ നാട്ടിലുള്ള പോലെ രസകരമായ കാഴ്ചയാണ്. ഇവിടെ ഈ ചവറ് കിടക്കണേണ്ട ഞാൻ ഞെട്ടാറില്ല. കാരണം അവരതിനുള്ള ലെവലായിട്ടില്ല. കാരണം ഇപ്പോഴും ഇവിടെ അധികം സാധാരണക്കാരാണ്. അതായത് സിറ്റിയുടെ തൊട്ടടുത്തുള്ള സ്ട്രീറ്റാണ്. 2 കിലോമീറ്റർ മാറുമ്പോൾ സിറ്റിയാണ്. പക്ഷെ സിറ്റിയുടെ തൊട്ടടുത്തുള്ള സ്ട്രീറ്റിലെ ഇത് കണ്ടോ, പ്ലാസ്റ്റിക് മാലിന്യം. പക്ഷെ ഇവിടെ ഇത് കണ്ടിട്ട് ഞാൻ ഞെട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോഴും ഒരു 50% പേരും സാധാരണ ഈ വില്ലേജുകളിലുള്ളവരൊന്നും വിദ്യാഭ്യാസമൊന്നും അധികം ചെയ്യാറില്ല. ഞാനിന്നും പലയിടത്ത് സംസാരിച്ചപ്പോഴും അത്ര അങ്ങനെ ചെയ്യുന്നില്ല. കണ്ടോ, പശു എന്തുകൊണ്ട് ദൈവമാണെന്ന് കണ്ടോ. അവരെപ്പോഴും പശു അതിനെല്ലാം തുറന്നു വിട്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പറ്റില്ലല്ലോ, അത്രയും ജനങ്ങളുള്ളതല്ലേ. ഇവിടെ അങ്ങനെയല്ല, എത്ര ജനം ഉണ്ടെങ്കിലും പശുവും മറ്റു കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ തുറന്നു വിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അവരത് ഗോഡായിട്ട് കൺസെപ്റ്റ് ചെയ്യണേണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ആരാധിക്കുന്നതിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം അത് അവരുടെ ജീവിതചര്യയുടെ ഭാഗമാണ്. അതിനെ നമ്മളെങ്ങനെ കുറ്റം പറയാൻ? കണ്ടോ, നിങ്ങൾ നോക്കി, ഒരിടത്തും പശുക്കളെ ഇത് ചെയ്തിട്ടില്ല. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ പശുക്കൾ വയസ്സാകുമ്പോൾ അതിനെ നോക്കുന്നില്ല എന്നുള്ളതൊരു വിഷയമാണ്. കാരണം അനാവശ്യ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ എന്ത് പറ്റി, അവർക്ക് പിന്നെ അതിനെ ഇറച്ചിക്ക് ഒന്നും വിൽക്കാൻ പറ്റാതെ ആയപ്പോൾ അതിനെ നോക്കാൻ പറ്റാത്ത സ്റ്റേജ് വന്നു. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇതാണ് ഇത് ഒരു ബുദ്ധിമുട്ടുള്ള കാഴ്ച തന്നെയാണ്. പക്ഷേ ഇത് കേരളത്തിൽ ഈ കച്ചട കാണുമ്പോൾ എനിക്ക് വിഷമമാണ്. കാരണം കേരളം എന്ന് പറയുമ്പോഴത്തേക്കും 100% സാക്ഷരത, 60% ഡിഗ്രി ഹോൾഡേഴ്സ്, 40% PG ഹോൾഡേഴ്സ്, 20% ഹെവി എഡ്യൂക്കേഷൻ ഉള്ളവർ, ലോകം കണ്ടവർ, അങ്ങനെയുള്ള നാട്ടിൽ നമുക്ക് കാണും വിഷമമാണ്. പക്ഷേ ഛത്തീസ്ഗഡിൽ ഇത് കണ്ടിട്ട് എനിക്ക് ഏതൊരുവിധ ഫീലിങ്സും ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നണമില്ല. കാരണം ആൾക്കാർ മാറാനുണ്ട്, അവരുടെ നാട്ടിൽ അതിൻ്റെതായ വ്യത്യാസമുണ്ട്. ഇവിടെ ചെറുതായിട്ടൊക്കെ മാറി വരണതേ ഉള്ളൂ. സിറ്റി ആയാലും ഒക്കെ ചെറിയ രീതിയിൽ മാറി വരണേ ഉള്ളൂ. അതുകൊണ്ട് ഓരോരു നല്ല കുതിരയൊക്കെ ഇപ്പോഴും കുതിര വെച്ചിട്ടാണ് വണ്ടിയൊക്കെ വലിക്കുന്നത്. കണ്ടോ, നോക്കിയേ, കുതിര വച്ചിട്ടാണ് ഒരു വണ്ടി വലിക്കുന്നത്. കണ്ടോ, നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് കാളവണ്ടിയൊക്കെ വലിക്കും പോലെ അവരിപ്പോഴും ഇവിടെ ഈ കുതിര വണ്ടി ഇതെല്ലാം സജീവമായിട്ടുണ്ട്. സാധനങ്ങൾ കൊണ്ടുപോകാനോ അല്ല, ഇതൊന്നും നിരോധിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഇതൊന്നും നിരോധിക്കാൻ പാടില്ല. കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലും കാളവണ്ടിയൊക്കെ അലൗട്ട് ചെയ്യണം. മെയിൻ റോഡിൽ ഇറക്കാൻ സമ്മതിക്കാൻ പാടില്ലെന്നുള്ളേ ഉള്ളൂ. കാരണം റോഡിൽ ബുദ്ധിമുട്ടാണ്, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പോവുകയാണ്.